ഇതിൽ ഒരു ഇമോഷണൽ ഡിസിഷൻസ് എടുക്കണ്ട എന്നുള്ളത് തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് പറയേണ്ടത്. കാരണം എവിടുന്നെങ്കിലും ഒരു ന്യൂസ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്നുള്ള കേട്ടിട്ട് അതാണ് എനിക്ക് യോജിച്ചത് എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് പോകണ്ട. പകരം ഈ എമൗണ്ട് അതൊരു നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ട സേവിങ്സ് ആണോ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത്. ഈ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ഗോളിനോട്ട് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സേവിങ്സ് എന്ന് പറയുന്നത് നമ്മളുടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു ഭാഗം മാറ്റി വയ്ക്കുക. അപ്പോൾ ഒത്തിരി സക്സസ്ഫുൾ സേവിങ്സ് മെത്തേഡ്സുകളുണ്ട്. നമ്മൾ ട്രഡീഷണലായിട്ട് പണ്ട് കണ്ടിരുന്നത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ബാങ്ക്സിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊക്കെയാണ്. ഇപ്പോൾ അതൊക്കെ മാറി യങ്സ്റ്റേഴ്സ് എല്ലാ കാറ്റഗറീസും മാറുന്നൊരു സേവിങ്സ് സ്കീം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് SIP സ്കീംസാണ്. അതിൽ ആ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഒരു ലോങ് പീരീഡിൽ മികച്ച ഒരു റിട്ടേൺസ് അതിൻ്റെ അകത്ത് ഒരു ഈൽഡ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പലപ്പോഴും അതൊരു പ്രസൻറ്റ് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റിനേക്കാളും ഇരട്ടിയിലധികം, ഇപ്പം ഫിക്സഡ് ഇൻകം ബാങ്ക്സിൻ്റെ FDയുടെ ഒരു 1 year റേറ്റിനേക്കാൾ ഇരട്ടിയിലധികം കിട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ കപ്പിൾ ഓഫ് ഉണ്ട്. ഗോൾഡിലാണെങ്കിലും ഉണ്ട് ഇതേപോലെ ETF സ്കീമുകളിലൊക്കെ നമുക്ക് SIP മോഡൽ നമുക്ക് ചേരാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ഓപ്ഷൻസ് യങ്സ്റ്റേഴ്സിനുണ്ട്. നമുക്കൊരു വരുമാനത്തിൽ നിന്നൊരു നിശ്ചിത സംഗതി ഇതേപോലെ നമുക്ക് സേവിങ്സ് ആയിട്ട് ഈ സേവിങ്സിൻ്റെ ഒരു കോർപ്പസ് വന്നു കഴിയുമ്പോൾ അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുക. അടുത്തൊരു ഗോൾ ഉണ്ടോ, ഓക്കെ നമുക്കൊരു എന്താ പറയുന്ന കാർ വാങ്ങണോ, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണോ, ഒരു ഫോറിൻ ട്രിപ്പ് പോകണോ എന്നൊക്കെയുള്ള ഒരു നമ്മളുടെ ഒരു ഗോൾ ആ സമയത്ത് തീരുമാനിക്കാമെങ്കിൽ ഈ സേവിങ്സിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ ഒരു ഫിക്സഡ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈമിലേക്ക് ഒരു ഗോളായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റാവുന്ന